പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയൻസരിഫു വമാ കുതിബ ലഹു മിൻ സ്വലാത്തിഹി ഇല്ലാ ഉശ്റുഹാ വതുസ്ഉഹാ വസുമുനുഹാ വസുദുസുഹാ വഖുമുസുഹാ വറുബുഹുഹാ വസുലുസുഹാ വനിസ്ഫുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകൾ അവരുടെ നമസ്കാരത്തിൽ നിന്ന് അവർ വിരമിക്കും. നമസ്കാരം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ വമാ കുതിബ ലഹു മിൻ സ്വലാത്തിഹി ഇല്ലാ ഉശ്റുഹാ, അവർ നമസ്കരിച്ച നമസ്കാരത്തിൽ നിന്ന് അതിന്റെ 10% മാത്രമാണ് ചിലപ്പോൾ രേഖപ്പെടുത്തുക. ചിലവർക്ക് 9/1, ചിലവര് 8/1, 7/1, 6/1, 5/1, 4/1, 3/1, പകുതി. ഇത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ആ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ആ നമസ്കാരം മാക്സിമം എഴുതപ്പെടാൻ പോകുന്നത് പകുതി നിസ്കാരം എന്ന നിലയിലായിരിക്കും അർത്ഥം. ചിലർക്ക് 10/1, ഒരു നിസ്കരിപ്പ് സുബഹിയെ 10 ആയിട്ട് വിഭജിച്ചാൽ എത്രയാണോ കിട്ടുക അതിൽ ഒരു അംശം മാത്രമേ അതിന് കിട്ടാൻ സാധ്യതയുള്ളൂ. ചിലർക്ക് 9/1 കിട്ടാറുള്ളൂ. മാക്സിമം പരമാവധി കിട്ടും ചിലർക്കൊക്കെ പകുതി എന്നാണ്. ഒരു സുബൈ നിസ്കരിച്ചാൽ അര സുബൈ എന്നാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ രേഖയിൽ വരുള്ളൂ. അതെന്താ കാരണം? നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മുടെ നമസ്കാരത്തിന്റെ അപൂർണതയാണ് ആ സൂചിപ്പിക്കുന്നത് അർത്ഥം. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ നമസ്കാരം ഒരു പൂർണ്ണ നമസ്കാരമായി, ഒരു മുഴു സുബഹിയായി, അല്ലെങ്കിൽ ഒരു മുഴു ദുഹറായിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ പല നമസ്കാരങ്ങളും നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം അപൂർണമായി പോകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അങ്ങനെയാണ്. ഓരോ നിസ്കാരം എടുത്ത് പരിശോധിച്ച് നോക്കൂ, എത്ര രേഖപ്പെടുത്തിയിരുന്നോ അതിൻ്റെയൊക്കെ 10/1 രേഖപ്പെടുത്തിയതെങ്കിൽ ഒരു നിസ്കാരമായിട്ട് രേഖപ്പെടുത്തണമെങ്കിൽ എത്ര നിസ്കാരം വേറെ വേണം? അപ്പൊ അത് വളരെ ഗൗരവപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ നമസ്കാരത്തില് നമ്മൾ ഏതായാലും ഈ അധ്വാനങ്ങളൊക്കെ സഹിച്ച് നിസ്കരിക്കുകയാണ്. അതിനെ പരമാവധി നമസ്കാരത്തിന്റെ അപൂർണതയിലൂടെ നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതൊക്കെ അപൂർണ നിസ്കാരങ്ങളായി ഇങ്ങനെ അവിടെ ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു ഗതി നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് അതിന്റെ ഗൗരവവും പ്രാധാന്യം സൂചിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ശൈലി നടത്തിയത്. അതുകൊണ്ട് വളരെ നമ്മുടെ നിസ്കാരത്തെ കുറച്ചുകൂടി ശ്രദ്ധയോടും മനസാന്നിധ്യത്തോടു കൂടിയൊക്കെ നമ്മൾ നിർവഹിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.